ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ബർഗർ ഉണ്ടാക്കാൻ പോകണേട്ടോ. ഞാൻ കുറേ ദിവസമായി ഒരു ബർഗർ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബർഗർ. ആർക്കൊക്കെയാണ് ബർഗർ ഇഷ്ടമെന്ന് പറയണം കേട്ടോ. അപ്പം ഞാനൊരു റീൽസ് കണ്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അവർ ഒരു ചിക്കൻ ബർഗറാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് കൊതിയായിട്ടും പാടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്ന് എന്തായാലും ഉണ്ടാക്കാമെന്ന്. പക്ഷേ ബ്രെഡും പിന്നെ കുറച്ച് മല്ലിയില മിൻ ലീവ്സ് ഒന്നുമില്ല. അപ്പോൾ ഞാനത് സോനനോട് വരുമ്പോൾ വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞതിന് മുമ്പ് ബാക്കിയുള്ള ഫില്ലിങ്സൊക്കെ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ അവൾ വരുമ്പോഴേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാം കേട്ടോ. വെൽക്കം ടു മൈ കിച്ചൺ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള. അപ്പോൾ നമുക്ക് തുടങ്ങാം ഗൈസ്. നമുക്ക് ആദ്യം തന്നെ ഈ സവാള ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം കേട്ടോ. ജസ്റ്റ് നമുക്ക് തുരിയൊഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് കുറച്ച് എണ്ണയിലിട്ടിട്ട് ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങോട്ട് വഴറ്റിയല്ല, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഈ കാരമലൈസ്ഡ് ഓണിയൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഒരു സവാള ഞാൻ എടുത്തിട്ടുള്ളൂ. അത് റൗണ്ടിൽ നൈസായിട്ട് അരിഞ്ഞേക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് വഴന്ന് വരുമ്പോഴേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മതി, ഒരുപാട് അങ്ങോട്ട് ഇടണ്ട. അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു പരിവാകുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഹായ് സോന. ബർഗറിനുള്ള സാധനങ്ങൾ വാങ്ങിച്ചോ? എന്നാ തരൂ, ഉണ്ടാക്കട്ടെ. പാവം കുട്ടി ബ്രെഡ് കൊണ്ടൊക്കെ വരുന്നത് കണ്ട. ഇവിടെ ചിക്കൻ ഇവിടെ ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങിട്ട് അമ്മ ഇവിടെ പുകച്ചിട്ട് പാവൻ ലൂണേനെ അവിടെ പുകയിലിട്ടേക്കണം കേട്ടോ ഗൈസ്. പാവം കുട്ടി നമ്മൾ അവിടെ വൃത്തിയാക്കി കൊണ്ടിരിക്കുക ഫ്രണ്ടില്. അപ്പോൾ അവിടെ തീ ഇട്ടിട്ട് ആ സൈഡിൽ തന്നെ ലൂണേനെ ഇട്ടിട്ട് അവിടെ നിറച്ച് പുകയാ. ഹായ് സൺകിസ്റ്റ്. എങ്ങനെയാണ് ഗൈസ്? നമ്മൾ അവളോട് ബ്രെഡ് വാങ്ങാൻ പറഞ്ഞു. പൊട്ടിച്ചപ്പോൾ ഇങ്ങനെയായിപ്പോയി. നമുക്ക് ബ്രെഡ് എടുക്കാം. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ചിക്കൻ ജ്യൂസ് അടിച്ച് വെച്ചേക്കുന്നു. ഇങ്ങനെയുണ്ട്, അരച്ച് വെച്ചേക്കണേ നമ്മൾ. ഇങ്ങനെയാണ് കേട്ടോ അവിടെ അരയ്ക്കാൻ പറഞ്ഞേക്കുന്നത്. എന്താ ഗൈസ്, നമുക്ക് ഈ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ ഒപ്പം ഞാൻ ഇവിടെ സാധനമില്ല, വെളുത്തുള്ളി ഇങ്ങനെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായി, അതും കൂടി ഇടാം. പിന്നെ പുതിനയില വാങ്ങിച്ചില്ലേ, പുതിനയില ഇടുന്നുണ്ട്. പിന്നെ മല്ലിയില വാങ്ങാൻ പറഞ്ഞിട്ട് അവിടെ കടയിൽ കിട്ടിയിടാം. ഓക്കെ, അപ്പോൾ നമുക്ക് മല്ലിയില സ്കിപ്പ് ചെയ്യാം. പിന്നെ മല്ലിയില ഇടണം. പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഇടണം കേട്ടോ. ഗൈസ്, അവിടെ വാങ്ങിച്ച പുതിനയില ഇവിടെ നല്ല വെയിലുണ്ട്, സൺകിസ്റ്റ് പോലെ ഇരിക്കും. ഞാൻ ഇവിടെ നിന്ന് പറയാം, ഇല്ലേ വെയിൽ പോയി. ഇങ്ങനെ ഇരിക്കേണ്ടി വരും. പുതിനയില വേണ്ട. അപ്പം പുതിനയില ഒന്ന് കഴുകിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നല്ലോണം പേസ്റ്റാക്കി എടുത്ത മിക്സ് നമ്മൾ ഈ ചിക്കൻ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കുക കേട്ടോ. നല്ലോണം കുഴച്ചെടുക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർക്കണം കേട്ടോ. ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ടായില്ല, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇനി ഇതാണ് നമ്മൾ കട്ട്ലേറ്റ് വെക്കുമല്ലോ ഉള്ളിൽ, ആ സാധനമായിട്ട് ഉണ്ടാക്കേണ്ടത്. ഞാനൊരു കട്ട്ലേറ്റിൻ്റെ പരുവത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മാത്രം, ഒരുപാട് ഡീപ്പ് ഫ്രൈ അല്ല നമുക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. ഒരുപാട് വറുക്കുകയും വേണ്ട. ജസ്റ്റ് ഒന്ന് ചൂടായി ഒരു കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് തിരിച്ച് മറിച്ചിടാവുന്നതാണ് കേട്ടോ.
എന്നിട്ട് നമുക്കിതിൻ്റെ പൊക്കത്തേക്ക് ചീസാണ് കേട്ടോ വെക്കേണ്ടത്. ഞാനിവിടെ ഷ്രെഡഡ് ചീസാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ സ്ലൈസ്ഡ് ചീസാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. ഇത് ഇങ്ങനത്തെ ചീസായതുകൊണ്ട് ഇങ്ങനെ ഞാൻ വെക്കുമ്പോഴൊക്കെ താഴേക്ക് പോകുമായിരുന്നു. അപ്പോൾ സ്ലൈസ്ഡ് ആണെങ്കിൽ ഒരൊറ്റ ലെയർ പോലത്തെ ചീസൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. എന്നിട്ട് ഇത് അടച്ച് വെച്ചൊരു 2 മിനിറ്റ് വെച്ചാൽ മതിയാവും. അപ്പോഴേക്കും ഇത് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ആ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ബണ്ണ് എടുക്കാം. ഞാനിവിടെ മോഡേൻ്റെ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നല്ല ബ്രെഡല്ല ബണ്ണ് ഉണ്ടാവും കേട്ടോ. ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ നമുക്ക് കഴിക്കാനല്ലേ, അപ്പോൾ വീട്ടിലൊക്കെ അല്ലേ, അതുകൊണ്ട് ഞാൻ ഈ ബണ്ണ് എടുത്തെന്നുള്ളൂ. നിങ്ങൾക്ക് നല്ല ബണ്ണൊക്കെ എടുക്കാം കേട്ടോ, നമ്മളൊക്കെ പാവല്ലേ. അപ്പോൾ ഞാൻ അതിൻ്റെ പൊക്കത്ത് സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ടൊമാറ്റോ സോസ്. പിന്നെ ഒരു ലെറ്റ്യൂസ് എല്ലാം വെച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് വെക്കണതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു ഊഹത്തിന് അങ്ങോട്ട് പോവാം കേട്ടോ. എന്നിട്ട് കുറച്ച് തക്കാളി സ്ലൈസ് ചെയ്തതും വെച്ചിട്ടുണ്ട്. പിന്നെ കട്ട്ലേറ്റ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പൊക്കത്ത് പിന്നെയും ചീസ് വെച്ചിട്ട് അതിൻ്റെ പൊക്കത്ത് നമ്മളൊരു മുട്ട ബുൾസൈൻ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി വെക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ പൊക്കത്ത് ഒരു കട്ട്ലേറ്റ് ഉണ്ടല്ലോ, ആ ഒരു പീസും കൂടി വെക്കുന്നുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഇതിൻ്റെ പൊക്കത്തേക്ക് നമ്മൾ ആദ്യം കാരമലൈസ്ഡ് ചെയ്ത് വെച്ച ഒണിയൻ ഉണ്ടല്ലോ, അത് ഒരു ടീസ്പൂൺ വെച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബർഗർ റെഡി. നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാക്കില്ല, അത്രയ്ക്ക് വലിയ പ്രൊഫഷണൽ ഒന്നുമല്ല, എന്നാലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ബർഗറാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ജസ്റ്റ് ആ കട്ട്ലേറ്റിൻ്റെ ഉള്ളിൽ വെക്കുന്ന ആ കട്ട്ലേറ്റ് ഒരു സാധനം ഉണ്ടല്ലോ, അത് മാത്രം നമുക്ക് ഉണ്ടാക്കിയാൽ മതി. ബാക്കിയുള്ളതൊക്കെ ഒന്നും ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബർഗറാണ്. അല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. നമുക്കൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. നല്ല ചീസി ബർഗറാണ് കേട്ടോ ഇത്. മല്ലിയില ഇട്ടില്ലല്ലോ, മിന്തിൻ്റെ ചെറിയൊരു ടേസ്റ്റ് ഉണ്ട്, പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി ബർഗറാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ, സീ യു.